ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ആഡ് കണ്ട് നമുക്ക് അവരുടെ ഉടൻ തന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്തു. ഒരു ഇമീഡിയറ്റ് റെസ്പോൺസ് എന്ന രീതിയിൽ അവർ പെട്ടെന്ന് തന്നെ നമ്മളെ വരികയും സൈറ്റ് വിസിറ്റ് നടത്തുകയും അതേപോലെ തന്നെ ബാക്കിയുള്ള അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു അവർ. അതായത് നമ്മളെന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചോ അത് അവരിൽ നിന്ന് നമുക്ക് കിട്ടി. കാരണം ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പായിരുന്നു. ഒരു അതിൻ്റെ ഡ്രാഫ്റ്റ് ആയാലും സിവിലായാലും എല്ലാം തന്നെ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. കിച്ചൺ നല്ല രീതിയിൽ ഇലാബറേറ്റഡ് ആയിട്ടുള്ള കിച്ചൺ, നല്ല രീതിയിലുള്ളൊരു കൺവീനിയൻസ് എന്ന രീതിയിൽ കാര്യങ്ങൾ വേണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു. അത് നമുക്ക് കിട്ടി. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഹിൻഡ് കിട്ടിയതാണ് നമുക്ക്. കാരണം എല്ലാം അതിൻ്റെ ഒരു പെർഫെക്ഷനുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതായത് എഗ്രിമെൻറ്റിൽ പറയുന്ന കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ അവർ സാധനങ്ങളായാലും ഒരു ചീറ്റിങ്ങോ ഈ വന്ന കാലത്ത് അറിയാമല്ലോ, ഒരു വീട് വയ്ക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചീറ്റിങ് നടക്കുന്നത് ഈ വീട് വയ്ക്കുന്ന ഒരു കാര്യത്തിലാണ്. പക്ഷേ ഇവർ അങ്ങനെയുള്ള ഒരു രീതിയിലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഈവൻ കമ്പി ആയാലും അതെല്ലാം അതിൻ്റെ TMT 500 ആ ഒരു ഗ്രേഡ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രേഡ് തന്നെ നമുക്ക് കൊണ്ടുവന്ന് ആ രീതിയിൽ തന്നെ നമ്മളെ കാണിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡാണ്. നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് എന്നുള്ള രീതിയിലും അതേപോലെ തന്നെ എന്താണ് പറയുന്നത്, നല്ല രീതിയിലുള്ള വായു വെളിച്ചം അതൊക്കെ കിട്ടുന്ന രീതിയിൽ ഒരു വീടായിരുന്നു നമ്മൾ ഇത് കൺസെപ്റ്റ്. അതായിരുന്നു നമ്മുടെ ഒരു കൺസെപ്റ്റ്. അത് നമ്മൾ ശ്രീരാജുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ശ്രീരാജ് അതിന് വേണ്ടുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളും നമ്മുടെ നിർദ്ദേശങ്ങളും എല്ലാം കൂടെ പരിഗണിച്ച് ഈ കാണുന്ന രീതിയിൽ നല്ലൊരു വീട് നമുക്ക് പണിയാൻ പറ്റി. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ലിമിറ്റ് സ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് എന്ന ടീമായിട്ട് സംസാരിക്കാൻ ഞാൻ അച്ഛനെ ശ്രദ്ധിച്ചപ്പം കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാം അവർക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അവർ ആ ഡിസൈൻ ഇറ്ററേറ്റ് ചെയ്ത് ഒരു ബെറ്റർ ഡിസൈനിലോട്ട് വരാനും പിന്നെ കുറേ രീതിയിൽ അങ്ങനെ അച്ഛനെയും അമ്മയും പിന്നെ ടോട്ടൽ ആ ടീം ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. ഒരു ഡെവലപ്പേഴ്സ് എന്നും ക്ലയൻ്റ് എന്നും ഒരു വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവരും ഒരു ടീം എന്ന രീതിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് മാറി പുതിയൊരു വീട് വെച്ചപ്പം കുറച്ച് നല്ല സ്പേഷ്യസ് ആയിരിക്കണം, നല്ലതായിട്ട് സൺലൈറ്റൊക്കെ നല്ല ഇതായിട്ട് വേണം, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഇവരുമായിട്ട് ആർക്കിടെക്ട്സുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഞങ്ങളുടെ ഇൻറ്റീരിയർ ആണെങ്കിലും എല്ലാം ഞങ്ങൾ പറഞ്ഞു. അതിൽ കൂടുതലായിട്ട് ശ്രീരാജിൻ്റെ ഒത്തിരി സജഷൻസും എല്ലാം നമ്മൾ പറയുന്നതെല്ലാം കേട്ട് നല്ല നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ